നമുക്കിന്ന് വറ്റ തലക്കറി ഉണ്ടാക്കിയാലോ. അതിന് 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും, കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് കുഴച്ച് മാറ്റി വയ്ക്കണം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂണ് ഉലുവയും, 1/2 ടീസ്പൂൺ കടുകും, 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും, 4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും, കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് ചൂടാകുമ്പോൾ നമ്മൾ കലക്കി മാറ്റി വെച്ച പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിടണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഇതിൽ ഒഴിച്ച് വീണ്ടും ഒന്ന് ഇളക്കി ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇത് മസാല വേവിച്ചെടുക്കണം. അപ്പോൾ എണ്ണയൊക്കെ മുകളിൽ നന്നായിട്ട് തെളിഞ്ഞു വരും. നമുക്കിനി ഇതിലേക്ക് ഒരു 4 വാളംപുളി ഇട്ട് കൊടുക്കും. 4 പീസ് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് 2 പച്ചമുളകും കുറച്ച് കരിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്ക് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം. ഈ സമയം നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ 1/2 കപ്പ് തേങ്ങയും കുറച്ച് ചൂടുവെള്ളവും ഒഴിച്ച് നന്നായി പേസ്റ്റാക്കി മാറ്റി വയ്ക്കാം. ഇപ്പോൾ കറി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീനിൻ്റെ തല ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 6-7 മിനിറ്റ് വേവിച്ചെടുത്തതിന് ശേഷം ഈ തേങ്ങയുടെ കരപ്പും കൂടെ ഇതിലൊഴിച്ച് ലോ ഫ്ലെയിമിൽ വീണ്ടും ഒരു 3 മിനിറ്റ് വേവിച്ചെടുത്താൽ തലക്കറി റെഡിയാവും. ഇത് തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുന്നതായിരിക്കും നല്ലത്. നല്ല ചൂട് കപ്പയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ ഭയങ്കര കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.